ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയുമ്പോഴാണ് നന്മ സ്റ്റോറുകളുടെ കാര്യം. അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനക്കാർ കൈമലർത്തും. നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. ചത്ത എലിയെ കണ്ട് ഞെട്ടിയ കുട്ടികൾക്ക് ധൈര്യം പകരാൻ ഉച്ചക്കഞ്ഞിയും കഴിച്ചാണ് അനൂപ് ജേക്കബ് മടങ്ങിയത്. കഞ്ഞിയുടെ കൂടെ നല്ല ചൂട് ചെറുപയർ കറി കൂടി കിട്ടിയതോടെ മന്ത്രി ഹാപ്പി. എലിയെ കണ്ട് പേടിച്ച കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരാനാണോ ഈ നമ്പർ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അല്ല, ആത്മവിശ്വാസം പിള്ളേരോടും ചോദിച്ചു. പിള്ളേരൊക്കെ നല്ല വിശ്വാസത്തിലാണ്. അരിയിൽ ചത്ത എലിയെ കണ്ടെത്തി ആഴ്ച ഒന്നായെങ്കിലും മന്ത്രിക്ക് ഇപ്പോഴെങ്കിലും എത്താൻ തോന്നിയല്ലോ എന്ന സന്തോഷത്തോടെ കുട്ടികൾ മന്ത്രിയെ യാത്രയാക്കി. നമ്മൾ വന്നാൽ എന്താണ് കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി എന്നുള്ളത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. പഠിക്കുന്ന കുട്ടിക്ക് പുസ്തകം എന്തിനാ എന്നാണ് മന്ത്രിസഭയിൽ ചിലർ ചോദിച്ചത്. ഓണവും ക്രിസ്മസും പാഠപുസ്തകം വരുന്നത് നോക്കി പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ജൂൺ 1-ാം തീയതിയോടുകൂടി മിക്കവാറും പുസ്തകങ്ങൾ മുഴുവൻ കൊടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി 30 ലക്ഷം പുസ്തകങ്ങൾ ജൂലൈ 20-നകം പൂർത്തീകരിച്ച് സ്കൂളുകളിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്.